ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ് SLC. മക്കളെ എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾ ഉഷാറായി പഠനം കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിഹാൽ സാറ് വന്നിട്ടുള്ള ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള മാനവികത, ഹ്യൂമനിസം എന്ന ചാപ്റ്റർ പലർക്കും ഭയങ്കര ഒന്നും കൂടി കുറച്ച് ടഫാണെന്ന് തോന്നുന്നുണ്ട് നിഹാൽ സാർ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുണ്ട് ഈ വീഡിയോ. ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാം. വീഡിയോ ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേ ഉണ്ടായിരുന്നല്ലോ ഈ ചാപ്റ്റർ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളോ ഈ ചാപ്റ്റർ എന്ന് നിങ്ങൾ പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ചാനലാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടത്തോടെ ലൈക്ക് ചെയ്യണം. ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുള്ള നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്താണ് ശരിക്കും ഹ്യൂമനിസം, അല്ലെങ്കിൽ ഹ്യൂമനിസം എന്ന ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ആകെ പഠിക്കാനുള്ളത്? ഞാൻ ഈ ബോർഡിൽ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ ആകെ പഠിക്കാനുള്ളൂ. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനം, എന്താണ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനം. എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഒന്നും എനിക്ക് വേണ്ട. ഓക്കെ, ഇപ്പോൾ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മധ്യകാലം അല്ലെങ്കിൽ മിഡീവൽ ഫ്യൂഡലിസത്തിൽ നിന്നും ഒരു മോഡേൺ ഏജ്, ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മനുഷ്യന്റെ ചിന്തയിലും പ്രവൃത്തിയിലൊക്കെയുള്ള മാറ്റമുണ്ട് അല്ലേ. പഴയതിൽ നമ്മൾ പുതിയതിലേക്ക് പോവാ. ആ ഒരു ട്രാൻസിഷൻ പീരീഡിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്താ? നവോത്ഥാനം, റിനൈസൻസ്. ഓക്കെ, ആ റിനൈസൻസിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എന്താണ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനം? പഴയ കാലം അല്ലെങ്കിൽ മധ്യകാല ഫ്യൂഡലിസം, ഓൾഡ് മെഡീവൽ ഫ്യൂഡലിസത്തിൽ നിന്നും നമ്മളൊരു മോഡേൺ ഏജിലേക്ക് പോവാണ്. ആ ഒരു ട്രാൻസിഷൻ പീരീഡ്, ആ ഒരു മാറ്റത്തിന്റെ കാലത്തെ വിളിക്കുന്നവരാണെന്ത്? നവോത്ഥാനം, റിനൈസൻസ്. റെഡി ആണല്ലോ? ഇനി എവിടുന്ന് എവിടെയൊക്കെ പോയത്, എന്താണ് മധ്യകാലത്ത് ഉണ്ടായിരുന്നത്, എന്താണ് മോഡേണിലേക്ക് പോയപ്പോൾ സംഭവിച്ച മാറ്റം, ഇതെല്ലാം ആകെ അറിയേണ്ടതുള്ളൂ, അത്ര അറിയേണ്ടതുള്ളൂ. അപ്പോൾ മധ്യകാലത്ത് മെഡീവൽ ഫ്യൂഡലിസം എന്നുള്ള കാലത്ത്, മധ്യകാലത്ത് മിഡിൽ ഏജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മളല്ല, യൂറോപ്യന്മാർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് പോകുന്ന ഒരു വിശ്വാസ രീതിയുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ സ്കോളാസ്റ്റിസം. എന്താണ്? സ്കോളാസ്റ്റിസം. പറയടാ. സ്കോളാസ്റ്റിസം എന്നൊക്കെ വിളിക്കും. സ്കോളാസ്റ്റിസം 1-2 തവണ പറഞ്ഞ സംഭവം സെറ്റാ. സ്കോളാസ്റ്റിസം എന്ന് പറഞ്ഞാൽ പഴയ പണ്ട് കാലത്ത് മെഡീവൽ കാലത്തെ ആളുകൾ വിശ്വസിച്ച വിശ്വാസ രീതിയാണ്. അവരെന്തിനാ പ്രാധാന്യം നൽകിയത്? അവർ രണ്ടേ കാര്യത്തിനാ പ്രാധാന്യം നൽകിയത്. അവരെന്തിനാ പ്രാധാന്യം നൽകിയത്? ഒന്ന്, ഡിവൈൻ ലൈഫ്, എന്താണ് ദൈവദത്തമായ കാര്യങ്ങളും, ആഫ്റ്റർ ലൈഫ്, മരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുക. അപ്പോൾ കുറച്ചുകൂടി റിലീജിയസ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ നോക്കുകയും കാണുകയും അതിനുവേണ്ടി മാത്രം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തൊരു കാലഘട്ടമായിരുന്നു ഇത് ഈ പറയുന്ന മധ്യകാലഘട്ടം, മിഡിൽ ഏജ്. ആ മിഡിൽ ഏജിൽ നിന്നും രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എവിടേക്ക് എത്തുകയാണ്? ഹ്യൂമനിസത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ മാനവികതയിലേക്ക് എത്തുകയാണ്. ഹ്യൂമനിസം ആൻഡ് മാനവികത. അപ്പൊ എന്താ ഞാൻ സാർ ഈ മാനവികത എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു സ്കോളാസിസം, മെഡീവൽ കാലത്ത് നമ്മൾ പ്രാധാന്യം നൽകിയ രണ്ട് കാര്യം ഏതാ? ഒന്ന്, പിന്നെ ദൈവദത്തമായ കാര്യങ്ങളും, അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ്, എന്താണ് പിന്നെ മരിച്ചതിന് ശേഷമുള്ള കാലമാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ മോഡേൺ ഏജിൽ, നമ്മൾ ഹ്യൂമനിസത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. നമ്മളെന്താണ് പിന്നെ ഡിവൈൻ കാര്യങ്ങൾ, ദൈവദത്തമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ എന്തിനു പ്രാധാന്യം നൽകി? മനുഷ്യന് പ്രാധാന്യം നൽകി, ഹ്യൂമണിന് പ്രാധാന്യം നൽകി അല്ലേ. മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൊടുത്ത മാനവികത, പിന്നെ നമ്മൾ നേരത്തെ ഡിവൈൻ ആഫ്റ്റർ ലൈഫിന് പ്രാധാന്യം കൊടുത്തപ്പോൾ നമ്മൾ വേൾഡ് ലൈഫ്, ഇഹലോകത്തിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പഴയ സ്കോളാസ്റ്റിസത്തിൽ നിന്നും ആ പഴയ മിഡിൽ ഏജ് നമ്മൾ എവിടേക്ക് മാറി? നമ്മൾ ഈ പറഞ്ഞ മോഡേൺ ഏജിലേക്ക് നമ്മൾ മാറി. ഈ മാറ്റത്തെ വിളിക്കുന്ന പേരാണെന്ത്? റിനൈസൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നവോത്ഥാനം. സംഭവം ക്ലിയർ ആണല്ലോ? ആ പഴയതിനെ വിളിക്കുന്ന പേരെന്താ? സ്കോളാസ്റ്റിസം ആണ്. ആ സ്കോളാസ്റ്റിക് പെർസ്പെക്റ്റീവ്, ഓൾഡ് പഴഞ്ചൻ ചിന്ത നമ്മൾ എവിടേക്ക് എത്തുകയാണ്? ഹ്യൂമനിസത്തിലേക്ക്, മനുഷ്യന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ആ മനുഷ്യന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങൾ, ആ ഒരു മാറ്റത്തെ എങ്ങനെ നിഹാൽ സാറെ മനസ്സിലാക്കുക, എങ്ങനെ നിഹാൽ സാർ ഈ മാറ്റം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഓരോ മേഖലയെ പറ്റി പഠിക്കുന്നത്. അതിൽ പെയിന്റിങ്സിൽ എന്തൊക്കെ മാറ്റം വന്നു, അല്ലെങ്കിൽ സ്കൾപ്ചർ, ശില്പരീതിയിൽ എന്തൊക്കെ മാറ്റം വന്നു, ആർക്കിടെക്ചറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഹിസ്റ്റോഗ്രഫിയിൽ എന്തൊക്കെ മാറ്റം വന്നു, അതുപോലെ സയൻസിൽ എന്തൊക്കെ മാറ്റം വന്നു, ലിറ്ററേച്ചർ എന്തൊക്കെ മാറ്റം വന്നു. ഇത് മൊത്തം മാറ്റാം. ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളതൊക്കെ ചേഞ്ച് മാറ്റം. എന്തൊക്കെ മാറ്റമാണ്? ആ സ്കോളാസ്റ്റിക് ഓൾഡിൽ നിന്നും ന്യൂയിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിച്ചു എന്ന് മാത്രം പഠിച്ചാൽ മതി. പിടിച്ചോ? എന്താ ഒന്നാമത്? പെയിന്റിങ്സിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചത്? പെയിന്റിങ്സിൽ ഏറ്റവും വലിയ മാറ്റം, പണ്ടത്തെ പെയിന്റിങ്സ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയല്ല, HD ദൃശ്യമികയിൽ എന്താണുള്ളത്? പണ്ടൊക്കെ നമ്മൾ ഡിവൈൻ ആയിട്ടുള്ള ദൈവികമായ കാര്യങ്ങൾ പ്രാധാന്യം കൊടുത്തപ്പോൾ, പുതിയ കാലത്ത് നിങ്ങൾ റിനൈസൻസ് കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യന് പ്രാധാന്യം കൊടുത്തു അല്ലേ. മനുഷ്യൻ്റെ കണ്ണും മൂക്കും മുടിയും ഓരോ ശരീരത്തിലെ ഓരോ ഭാഗവും അത്രയും ആക്യുറേറ്റ് വരയ്ക്കാൻ വേണ്ടി തുടങ്ങി. മനുഷ്യന് പ്രാധാന്യം കൊടുത്തു തുടങ്ങി.
അപ്പോൾ അതിലെ പെയിൻറ്റേഴ്സിൻ്റെ പേരൊക്കെ നിങ്ങൾ അതൊന്നും ഞാൻ പറയില്ല, അതിൻ്റെ പെയിൻറ്റേഴ്സിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അവരുടെ ചില പെയിൻറ്റേഴ്സിന് ആകെ ആരാ ഡാവിഞ്ചിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, പിന്നെ മൈക്കൽ ആഞ്ചലോയുടെ പേര്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പിന്നെ സ്കൾപ്ചർ പഴയ രീതി പഴയ രീതിയിൽ പേരാണ് ഗോതിക് സ്റ്റൈൽ അല്ലേ. ആ ഗോതിക് സ്റ്റൈലിൽ നിന്ന് മാറ്റം വരെ ഡൊണാറ്റല്ലോ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെതായ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഒരു ശില്പ രീതിയിലേക്ക് മാറാണ്. ഡൊണാറ്റല്ലോയുടെ പ്രധാനപ്പെട്ട ശില്പമാണ് ദാവീദ് ഗത്താമലാത്ത. ആരാ വരച്ചേ? ഡൊണാറ്റല്ലോ വരച്ച ചിത്രമാണ്, ചിത്രമല്ല ശില്പമാണെന്ത്, ഗത്താമലാത്ത. ഓക്കെ, അപ്പൊ ഗത്താമലാത്ത. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഒരാളും കൂടി മറക്കാൻ പറ്റാത്ത ഒരാളും കൂടി ആരാ? മൈക്കൽ ആഞ്ചലോ. അദ്ദേഹം ദൈവത്തെ മനുഷ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. പിയത്ത. അതുപോലെ അദ്ദേഹത്തിന്റെ ദാവീദ് ഉണ്ട്, മൈക്കൽ ആഞ്ചലോയുടെ ദാവീദ്. അത് രംഗം പഠിച്ചു വെക്കുക. പിന്നെ നമ്മളെവിടെയൊക്കെ ആർക്കിടെക്ചർ, നമ്മളെ വാസ്തുവിദ്യ രീതിയിൽ മാറ്റം സംഭവിക്കുക. എന്തൊക്കെ ആർക്കിടെക്ചർ വന്ന മാറ്റം? പണ്ടത്തെ ഗോതിക് സ്റ്റൈലിൽ നിന്നും ഡോംസുകൾ, താഴികക്കുടങ്ങൾ വെക്കുന്ന അല്ലെ, ഫിലിപ്പോ ബ്രൂണലിസ്കി എന്ത് കൊണ്ടുവരികയാണ്? താഴികക്കുടങ്ങളുള്ള രീതിയിലുള്ള ശില്പ സംവിധാനം കൊണ്ടുവരികയാണ്. ആർക്കിടെക്ചർ വലിയ മാറ്റം കൊണ്ടുവരികയാണ്. ആകെ അത് പഠിക്കാനുള്ള ഗോതിക്കുന്ന ഈ താഴികക്കുടത്തിലേക്ക് മാറി. എന്താ അടുത്ത് ലാസ്റ്റ് എന്താ? ഹിസ്റ്റോഗ്രഫി എന്താ? ഹിസ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാധനം. ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരോ ആ കാലത്തെ കാര്യങ്ങളെ പറ്റി കൃത്യമായി എവിടെയോ എഴുതി വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പൊ ചരിത്ര രചന ഹിസ്റ്റോഗ്രഫിയിലും എന്ത് ചെയ്യാണ്, ഹിസ്റ്റോറിയോഗ്രഫിയിലും എന്ത് ചെയ്യാണ് മാറ്റം സംഭവിക്കുക. പണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കുക, പക്ഷേ പിന്നെ ആളുകൾ അതൊന്നും വിശ്വസിക്കാതായി. കൃത്യമായ തെളിവോടുകൂടി, ആർക്കിയോളജിക്കൽ തെളിവോടുകൂടി കൃത്യമായ എവിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ വിശ്വസിക്കൂ. പണ്ടൊക്കെ എന്താ പറയുക, ചരിത്രത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെയും അതൊരു സൂപ്പർ നാച്ചുറൽ പവർ കാരണമാണ് സംഭവിച്ചതെന്ന് വിശ്വസിച്ച മനുഷ്യൻ എന്ത് ചെയ്യാണ്, തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം, ചരിത്രത്തെ വിശ്വസിക്കാൻ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറഞ്ഞു തുടങ്ങി. അതുപോലെ സയൻസ്, വലിയ മാറ്റങ്ങൾ സയൻസിൽ വന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? മെയിൻലി ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രത്തിലും മെഡിക്കൽ സയൻസ് എന്താണ്, വൈദ്യശാസ്ത്രത്തിലുമാണ് വലിയ കോൺട്രിബ്യൂഷൻ സംഭവിച്ചത്. എന്തൊക്കെയാണ് നമ്മുടെ സയൻസ് സംഭവിച്ച മാറ്റങ്ങൾ? ശാസ്ത്ര മേഖല എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത്? ശാസ്ത്ര മേഖല സംഭവിച്ചു ആര്? പണ്ട് ടോളമി പറയാണ് എന്താണ്, ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ആര്? കോപ്പർനിക്കസ് പറഞ്ഞ മക്കളെ തെറ്റിപ്പോയി, അത് തെറ്റാണ്, നിങ്ങൾ അത് വിശ്വസിക്കരുത്. എന്താണ് ശരി? ഭൂമിയല്ല, സൂര്യനാണ്. നോട്ട് ദ എർത്ത് ബട്ട് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ നടുവിൽ ആരാളുള്ളത്? സെൻട്രൽ ആരാളുള്ളത്? സണ്ണാണ് മൂപ്പര് കാണിച്ചു കൊടുത്തു. അതെന്ത് ചെയ്യാണ്? പിന്നെ ജൊഹാൻസ് കെപ്ലർ എന്ത് കണ്ടെത്തി? പിന്നെ ഓരോ സൂര്യനിൽ നിന്നും അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്പീഡ് അല്ലെ, പ്ലാനറ്റിന്റെ സ്പീഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, സൂര്യനിൽ നിന്നും എത്രത്തോളമാണോ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രഹങ്ങളുടെ വേഗത എന്ന് അത് മൂപ്പര് കണ്ടെത്തി കൊടുത്തു. അതുപോലെ തന്നെ പിന്നെന്താ ഗലീലിയോ നമ്മുടെ ടെലിസ്കോപ്പ് കണ്ടെത്തി. ഇതൊക്കെ എവിടെ നടക്കുക? റിനൈസൻസ് കാലഘട്ടത്തിൽ കണ്ടെത്തിയ അല്ലേ ടെലിസ്കോപ്പ്. അദ്ദേഹം ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് കണ്ടെത്തി. പിന്നെ റിങ്സ് ഓഫ് സാറ്റേൺ, ശനിയുടെ വളയങ്ങൾ കണ്ടെത്തി. ഇതിനൊക്കെ ഒരു ബേസ് കണ്ടുപിടുത്തം മൂപ്പര് ആ കാലഘട്ടം നടത്തിയിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ രണ്ടാളെ പേര് ഓർത്ത് വെച്ചാൽ മതി. മെഡിക്കൽ ഫീൽഡിൽ പാരസെറ്റമോൾ അറിയാലോ, പനിക്ക് കുടിക്കാൻ കുടിക്കുക. പാരസെറ്റമോൾ അല്ല, പാരസെറ്റമോൾ ആലോചിക്കുക. പാരാസെൽസ് എന്ത് കണ്ടെത്തി? ദ റീസൺ ബിഹൈൻഡ് ദ ഡിസീസ് ആൻഡ് റെമഡീസ് ഫോർ ഇറ്റ് അല്ലേ. എന്താണ് അസുഖങ്ങളുടെ കാരണം, അതിന് പരിഹാരം എന്ത് മൂപ്പര് കൃത്യമായി പഠിച്ചു കണ്ടെത്തി. അതുപോലെ തന്നെ ആൻഡ്രിയാസ് വെസാലിയസ് എന്ത് കണ്ടെത്തിയാണ്? മനുഷ്യനെ കീറി മുറിച്ച് മനുഷ്യനെ അനാട്ടമി പഠിച്ചു. ഇതൊക്കെ വലിയ കോൺട്രിബ്യൂഷനാ. മനുഷ്യന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തുടങ്ങുക, അതിന് തുടക്കാണ് ഈ കാര്യങ്ങളൊക്കെ അല്ലേ. അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സാഹിത്യത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ ഡിവൈൻ കോമഡി, പിന്നെന്താണ് ഡാൻഡെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ റൈറ്റിങ്സ് പഠിച്ചു വെക്കുക. ആ റൈറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കുക. അവർ എഴുതിയ തീം എന്താ, സെക്യുലർ വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലേ. അപ്പം ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കണം എവിടെ? ഈ മനുഷ്യൻ്റെ എല്ലാ മേഖലയിലും അല്ലേ. മാറി അവസാനം എവിടെ വരെ മാറ്റം സംഭവിച്ചു? മതത്തിൽ വരെ മാറ്റം എത്തി. ഇത് വളരെ കുറച്ചുകൂടി സ്പെഷ്യലാണ്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ടതാണ്. എന്താ? റിഫോർമേഷൻ മതനവീകരണവും കൗണ്ടർ റിഫോർമേഷൻ പ്രതിമത നവീകരണവും. എന്താ നിഹാൽ സാർ ഈ റിഫോർമേഷൻ മതനവീകരണം? നമുക്കറിയാം കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ കത്തോലിക്ക മതത്തിൽ കൊണ്ടുവന്ന അവിടുത്തെ അനാചാരങ്ങളെയും മതവിശ്വാസങ്ങൾക്കെതിരെ നടന്നൊരു മൂവ്മെന്റ് ആണെന്ന് മതനവീകരണം അല്ലേ. ശരിക്കും മതനവീകരണം തുടക്കം എക്സാമിന് ചോദിക്കും. പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, ഈ മതനവീകരണം റിഫോർമേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ആണ്. എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ തുടക്കം കുറിച്ചത്? അപ്പൊ നിങ്ങൾ എന്താ പറയാ, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ തുടക്കം കുറിക്കേണ്ട കാര്യം എന്താ? അതാണ് സെയിൽ ഓഫ് ഇൻഡൽഗൻസസ്, എന്താണ് പാപവിമോചന പത്രം വിൽക്കാൻ വേണ്ടി തുടങ്ങുന്ന കത്തോലിക് സഭ. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആര് വരികയാണ്? നമ്മൾ ടെഡ്സൽ വരികയാണ് ജർമ്മനിയിലേക്ക് അല്ലേ. അപ്പോൾ അത് ആർക്കും ഇഷ്ടമായില്ല, നമ്മളെ മാർട്ടിൻ ലൂതറിന് ഇഷ്ടമായില്ല. മാർട്ടിൻ ലൂതർ എന്ത് പറയും? ഇതോടെ നടക്കൂല, ഇതൊക്കെ അനാചാരങ്ങളാണ്, ഇതൊക്കെ എതിർക്കപ്പെടണം. അത് എന്താണിത്? പൈസലോന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നത് എവിടെ തന്നെയായ അവസാനം എന്താണ് വിറ്റംബർഗ് പള്ളിയുടെ അല്ലെങ്കിൽ വിറ്റംബർഗ് കത്തീഡ്രലിന്റെ എന്താണ് ചുമര അദ്ദേഹം എന്ത് ചെയ്യാണ് 95 തീസ് ഇതേപോലെ എന്താണ് കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് നേരെ ഒരു പിന്നങ്ങ് അടിച്ച്
പള്ളീൻ്റെ വാതിൽ മേൽ എന്ത് ചെയ്തു, അങ്ങ് പേസ്റ്റ് ചെയ്തു. എന്ത് പറയാണ്, 95 തീസീസ് അല്ലേ. ആ 95 തീസിൽ കൃത്യമായി അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം അഡ്രസ് ചെയ്തു അല്ലേ. അദ്ദേഹം ആദ്യം ലാറ്റിൻ ഭാഷയിൽ അത് എഴുതിയത്, പക്ഷേ പിന്നീട് ആരൊക്കെ അത് ജർമ്മനിലേക്ക് അവസാനം മൂപ്പർ എന്ത് ചെയ്യാണ്, പള്ളി വിട്ട് ആർക്ക് മാർട്ടിൻ ലൂതറിന് പുറത്ത് പോകേണ്ടി വന്നു. പക്ഷേ അപ്പം അദ്ദേഹം പുറത്തു പോയാലും അദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ആക്ടിവിറ്റീസ് അവിടെ നിന്നില്ല. പിന്നെ അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പിന്നെ വിക്ടംബർഗ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലേ. അങ്ങനെ അടിപൊളിയായിട്ട് മതനവീകരണം അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ എന്താണ് പിന്നെ കൗണ്ടർ റിഫോർമേഷൻ, പ്രതി മത നവീകരണം? കത്തോലിക്ക സഭയിലെ ആളുകൾ അല്ലെങ്കിൽ അവർ വിചാരിക്കേ കുറേ കാലം അവരിങ്ങനെ പറയുന്നത് നമുക്കങ്ങ് സ്വയം നന്നായേക്കാം. അങ്ങനെ ദേ റിഫോം ഇറ്റ് സെൽഫ്, അവർ സ്വയം നവീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതാണ് എന്ത്, പ്രതിമത നവീകരണം, കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവർ എന്തൊക്കെ അതിൻ്റെ ഭാഗമായി ചെയ്തു. പിന്നെ നമ്മൾ പറയുന്ന പാപം വിമോചന പത്രം, സെയിൽ ഓഫ് ഇൻ്റലിജൻസ് അവർ നിർത്തലാക്കി. ഇൻഡെക്സ് പുറപ്പെടുവിച്ചു. എന്താ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങൾ ലിസ്റ്റ് അവർ പുറത്തിറക്കി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എന്താണ്, പിന്നെ കോർട്ട് ഓഫ് ഇൻക്വസ്റ്റ് റീസ്റ്റോർ ചെയ്തു. എന്താണ്, മത വിചാരണ കോടതികൾ എന്ത് ചെയ്തു, വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു അല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്റർ ആകെ പഠിക്കാനുള്ളത്. ഈ ഒരു ഓർഡർ മനസ്സിലാക്കുക. എന്താണ് ഈ ചാപ്റ്റർ, ഇതിൻ്റെ കോർ സബ്ജക്റ്റ് എന്ത്, ഇതിൻ്റെ പിന്നെ എന്താണ് നമ്മളിതിൽ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ പോകുന്നത് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ റിനൈസൻസ് നാനാ മേഖലയിൽ സംഭവിച്ച മാറ്റത്തെയാണ് ഈ ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. എത്ര നേരമായെന്ന് എനിക്കറിയാം, എന്നാലും ചെറിയ മിനിറ്റ് ആയിട്ടുള്ളൂ. കാര്യം എത്ര മിനിറ്റ് ആടാ? യെസ്, കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ 10 മിനിറ്റിൽ ഈ ചാപ്റ്റർ നമ്മൾ ഏറെക്കുറെ നമ്മൾ സെറ്റാക്കി. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നിർബന്ധമായി വീഡിയോക്ക് ലൈക്ക് തരാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ മേലോട്ട് ക്ലിയർ പോയിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ആൻസർ ചെയ്തത്. നിർബന്ധമായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ, ക്ലിയർ ആയോ, ഡൗട്ട് ഓക്കെ ആണോ, ഇനിയും സംശയങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ക്ലിയർ ചെയ്ത് തരും, സെറ്റ് ആയി തരാം. അതുപോലെ എജുബോണിൻ്റെ ബാച്ച് ഓൾറെഡി റൺ ചെയ്തുകൊടുക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും എജുബോണിൻ്റെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, എജുബോണിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഈ വർഷം ഞങ്ങൾ എല്ലാം സെറ്റ് ആയി തരും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾ സ്വന്തം നിഹാൽ സാർ. ബൈ.